നാലാം തവണയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുകയാണ് മണ്ണാർക്കാട്ടെ എൻ ഷംസുദ്ദീൻ. മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തവണ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ ഉയർത്തിയാണ് UDF സ്ഥാനാർത്ഥി ഷംസുദ്ദീന്റെ പ്രചരണം മുന്നോട്ടു പോകുന്നത്. മുസ്ലിം ലീഗിലെ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് എന്നും എല്ലാവരും ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ഷംസുദ്ദീൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മണ്ണാർക്കാട് ഇത്തവണയും UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എൻ ഷംസുദ്ദീനാണ്. ഇത്തവണയും മണ്ണാർക്കാട് നിലനിർത്തും എന്ന് തന്നെയാണ്. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ശുഭപ്രതീക്ഷയാണ് ഈ മണ്ഡലത്തിലുള്ളത്. ഇത് UDFന്റെ ഒരു ശക്തമായ മേഖലയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ UDFന്റെ കൂടെ നിന്ന മണ്ഡലമാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാറ്റം, ഒരു ഭരണമാറ്റം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകും. കഴിഞ്ഞ 10 വർഷക്കാലമായുള്ള ഇടതുപക്ഷ ഭരണത്തിനെതിരെ ജനവികാരം വളരെ ശക്തമാണ്. ആ രാഷ്ട്രീയ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുമ്പോൾ തീർച്ചയായും മണ്ണാർക്കാടും അതിൻ്റെ കൂടെ അതിശക്തമായി നിൽക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 100 സീറ്റിലധികം നേടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് അതിൽ കൂടെയുള്ളൂ, കുറയില്ല. മണ്ണാർക്കാട് സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായി UDFലും അതേപോലെ തന്നെ മുസ്ലിം ലീഗിലൊക്കെ ഒരു എതിർപ്പുണ്ടായിരുന്നു. താങ്കൾ 4ാം തവണയും മത്സരിക്കുന്നു എന്നത്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു ജനാധിപത്യ പാർട്ടി ആകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഇപ്പോൾ ഞങ്ങളുടെ നേതൃത്വം അത് അന്തിമമായി തീരുമാനിച്ചു. എല്ലാ വശവും കേട്ട് അന്തിമമായി തീരുമാനിച്ചു. ആർക്കും വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ചു ഒറ്റക്കെട്ടായി. അപ്പോൾ പിന്നെ ഇനി പഴയ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ല. അപ്പോൾ അത് പ്രകാരം UDFും ലീഗും ഒക്കെ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും. നല്ല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം ഉണ്ടാവും. അതിന് മാത്രമുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 15 കൊല്ലം ഞങ്ങളിവിടെ, ഞാൻ 15 കൊല്ലവും അതിനു മുമ്പ് UDFന്റെ MLA ഉണ്ടായിട്ടുണ്ട്, അവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പിറകോട്ടല്ല. 10 കൊല്ലം പ്രതിപക്ഷത്ത് നിന്നുകൊണ്ടും 5 കൊല്ലം അതിവേഗം ബഹുദൂരം ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നുകൊണ്ടും ആ 5 കൊല്ലം 11 to 16 നല്ല വികസന പ്രവർത്തനങ്ങൾ, ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റിയ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജനം കാണുന്നുണ്ട്. അതിനൊക്കെയുള്ളൊരു അംഗീകാരം ഞങ്ങൾക്കുണ്ടാവും. ഇത്തവണ ഒരു CPM BJP ഡീല് എന്നൊരു വിവാദം ആരംഭിച്ചിട്ടുണ്ട്. അല്ല, അത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളതാണ്. കോൺഗ്രസ് മുക്ത ഭാരതവും കോൺഗ്രസ് മുക്ത കേരളവും എന്നൊക്കെ പറഞ്ഞ് 2 രാഷ്ട്രീയം ഉണ്ടല്ലോ. രണ്ടിലുണ്ടല്ലോ ഒരു പൊതുധാര. അത് പ്രകാരമുള്ള ചില സംഗതികളൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ അതൊക്കെ ജനം തൂത്തെറിയും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് കണ്ടില്ലേ. അപ്പോൾ ജനത്തിനറിയാം, കേരള ജനത വളരെ പ്രബുദ്ധമാണ്. ഏത് അന്തർധാരകളെയും തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള കഴിവ് കേരള ജനതയ്ക്കുണ്ട്. ആശംസകൾ. ഓക്കെ, താങ്ക് യു. എന്തായാലും മികച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൻ ഷംസുദ്ദീൻ്റെ പ്രചരണം മണ്ണാർക്കാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞും അതേപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുമാണ് ഷംസുദ്ദീൻ പ്രചരണത്തിലുടനീളം ജനങ്ങളോട് പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.